ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലേ എന്തുമായിരിക്കും? ഒന്നുമല്ല, അവൽ മിൽക്ക്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു അവൽ മിൽക്ക് ഉണ്ടാക്കാം എന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ചൂട് സമയത്ത് എല്ലാവർക്കും ഒന്ന് കൂളാകാനായിട്ട് അവൽ മിൽക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റിയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ അവൽ മിൽക്ക് ഉണ്ടാക്കാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. കരിയാൻ പാടില്ല, കരിയാതെ തന്നെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം അവൽ. അങ്ങനെ അവലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും ഇളക്കണ്ട, ഈ ഒരു രീതിയിൽ മാത്രം. ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇനി ആ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കപ്പലണ്ടി അതുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇതും ഒരുപാട് കരിഞ്ഞു പോകാതെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ. കപ്പലണ്ടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ എന്തോരം ഉണ്ടാക്കുന്ന ആ ആവശ്യത്തിന് മാത്രം എടുത്തേച്ചാൽ മതി. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അങ്ങനെ അവൽ ഫ്രൈ ആക്കിയതും കപ്പലണ്ടി ഫ്രൈ ആക്കിയതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പഴം ഒന്ന് ഉടച്ചെടുക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ചെറുപഴം എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. അതൊന്ന് നമ്മുടെ ഫോർക്ക് വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കുത്തി ഉടച്ച് നല്ലതുപോലെ എടുക്കണേ. പഴം എടുക്കുമ്പം അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത പഴം എടുക്കണേ, എന്നാലേ പെട്ടെന്ന് നല്ലതുപോലെ ഒന്ന് സ്മാഷായി വരത്തുള്ളൂ. നല്ലതുപോലെ ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഉടച്ച് നല്ലതുപോലെ കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്കൊക്കെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അവരവരുടെ മധുരം അനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഇനി അത് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം. ഈ പഴവും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണേ. അതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ച്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് അവലിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഈ പഴവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിട്ട് കൊടുക്കാം. നെക്സ്റ്റ് കുറച്ച് കപ്പലണ്ടി ഫ്രൈ ആക്കിയതിട്ട് കൊടുക്കാം. അതിലേക്ക് നല്ല തണുപ്പിച്ച പാലൊഴിച്ച് കൊടുക്കണേ. ഇനി നമുക്ക് വീണ്ടും ഫസ്റ്റ് ചെയ്ത മെത്തേഡ് തന്നെ. ഫസ്റ്റ് കുറച്ച് അവലിട്ട് കൊടുക്കുക. കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും പഞ്ചസാരയുടെ മിക്സ്. നെക്സ്റ്റ് കുറച്ച് കപ്പലണ്ടി. കുറച്ചുകൂടെ നമുക്ക് അവലിട്ട് കൊടുക്കാവേ. മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കപ്പലണ്ടി. ഇനി ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാവേ. ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, അതിടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ കുറച്ച് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ നമ്മളുടെ അവരവർ ഇഷ്ടമാണ്. എന്തോ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം ഉണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്ന മേളിലെ സെറ്റ്. ഇപ്പം നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താലോ. നമുക്ക് ഈ ഏറ്റവും താഴേന്ന് മുതലുള്ള അവലും ആ ഒരു പഴവും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാലും ഒന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയി ഒരു അവൽ മിൽക്ക് മേടിക്കുമ്പോൾ എത്ര രൂപയാകുമെന്നറിയോ. ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റിയിൽ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. ഇടയ്ക്ക് ആ ഒരു കപ്പലണ്ടിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴും ഒക്കെ സൂപ്പർ, കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.